ഇന്ന് രണ്ട് പ്രവാസി സുഹൃത്തുക്കളുടെ കഥയാണ്. ഈ കഥ രണ്ട് പ്രവാസികൾക്ക് മാത്രമല്ല, മിക്ക പ്രവാസികൾക്കും ഉറക്കത്തിൽ കൂർക്കം വലിച്ച് ഉറങ്ങി ഉറക്കം ശരിയാവാത്തവർക്കും അവർ കാരണം റൂമിലുള്ള മറ്റുള്ളവർക്കും എല്ലാം വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു പ്രവാസിയുടെ മോനായതുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ എപ്പോഴും എനിക്ക് എൻ്റെ നെഞ്ചിൽ തട്ടിയിട്ടാണ് ഞാൻ ചികിത്സിക്കാറുള്ളത്. കഴിഞ്ഞ ദിവസം എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ എൻ്റെ ഒരു അകന്ന ബന്ധുവും സുഹൃത്തുമായിട്ടുള്ള ഒരു കസിൻ ബ്രദർ വഴിയിൽ വണ്ടി നിർത്തി എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ കരുതി യാത്ര പറയാനാണ് എന്നുള്ളത്. ഞങ്ങൾ തലേ ദിവസം രാത്രി പള്ളിയിൽ നിന്ന് കണ്ട് പിരിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെന്താ ഒരു യാത്ര പറയൽ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇനി സാമ്പത്തികമായിട്ട് എന്തെങ്കിലും വിഷയമാണോ എന്നൊക്കെ കരുതി ഈ വാ എന്ന് പറഞ്ഞ് ഞാൻ അവനെ വിളിച്ചിരുത്തിയപ്പോൾ പറഞ്ഞു, എടാ ഒരു സ്വകാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. ആദ്യം എനിക്കത് ചിരിയാ തോന്നിയത്, പക്ഷേ പിന്നീടാണ് അതിൻ്റെ ഗൗരവം മനസ്സിലായത്. എൻ്റെ റൂമിൽ ഒരു കാക്കുണ്ട്. അവർക്കൊരു 50 വയസ്സ് തികഞ്ഞിട്ട് 50 വയസ്സിൻ്റെ മുകളിലായിട്ടുണ്ട്. എന്നും കൂർക്കം വലിക്കുകയാണ്. അത് കാരണം ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല. ഞങ്ങളാകെ ഒരു 5 മണിക്കൂർ 6 മണിക്കൂറേ ഉറങ്ങുള്ളൂ. പക്ഷേ ഇയാളുടെ ഈ ഒരു ശബ്ദം കാരണം എന്നും വരികയാണ്. ഞങ്ങളൊക്കെ ഉപ്പാൻ്റെ പ്രായമുള്ളത് കൊണ്ട് തന്നെ ഒന്നും പറയാനും പറ്റില്ല. എന്ന് മാത്രമല്ല, അയാളെ കാര്യമാണെങ്കിൽ പച്ച പാവാണ്. ജീവിതത്തിൻ്റെ പ്രാരാബ്ദം കാരണം ജോലിക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും. പക്ഷേ നമുക്കിത് ഒരു ദിവസമോ 2 ദിവസമുള്ള ഒരു ട്രെയിൻ യാത്രയിലോ ഫ്ലൈറ്റ് യാത്രയിലോ ഉള്ള പ്രശ്നമല്ല. എന്നും ഇതുള്ളതല്ലേ, വല്ലതും കലക്കി കൊടുക്കാനുണ്ടോ, അയാൾ അറിയാതെ കൊടുക്കാനാണെന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ അതിൽ ഒരു ദേഷ്യവും ഒരു സങ്കടവും ഒരു നിസ്സഹായാവസ്ഥയൊക്കെ ഉണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, എടാ മോനെ, ഈ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രവാസികൾ പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു, കുഴഞ്ഞു വീണ് മരണപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ കാരണങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കൂർക്കം വലി മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾ കരുതും കൂർക്കം വലിച്ച് അയാൾ ബാക്കിയുള്ളവരെല്ലാം ശല്യപ്പെടുത്തി അയാൾക്കൊരു കുഴപ്പമില്ല എന്നുള്ളത്. എന്നാൽ മനസ്സിലാക്കുക, കൂർക്കം വലി എന്നുള്ള രോഗം ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കും. പ്രത്യക്ഷത്തിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അയാൾ ഈ രോഗത്തെ പറ്റി അറിയുന്നില്ല. പക്ഷേ അതിലേറെ ഗൗരവകരമായിട്ട് കുറേ കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് ഈ പാവം അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂർക്കം വലിയുള്ളവരിൽ ഹൃദ്രോഗ സാധ്യത വളരെയധികം കൂടുതലാണ്. പ്രമേഹം വരെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അറ്റാക്ക് അടക്കം ഹാർട്ടിനെ ബാധിക്കുന്ന രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. തലച്ചോറിന് വരാനുള്ള സംഗതികൾ കൂടുതലാണ്. ഇതൊക്കെ പോട്ടെ, നമുക്ക് പ്രായോഗികമായിട്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. രാത്രി എത്ര ഉറങ്ങിയാലും ഉറക്കത്തിൽ ക്ഷീണം മാറില്ല. രാവിലെ എഴുന്നേറ്റാൽ പിന്നെയും മടിച്ച് കിടക്കും. ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ, ജോലിക്കൊക്കെ പോയാൽ ഇനിയും ഉറങ്ങണം എന്നുള്ള തോന്നലുണ്ടാകും. ഉറങ്ങിയിട്ടങ്ങ് ക്ഷീണം മാറിയിട്ടില്ല, കുറേ നേരം ഉറങ്ങുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ക്ലോക്കിൽ മാത്രമേ ടൈം മാറുന്നുള്ളൂ. തലച്ചോറിന് റെസ്റ്റ് കിട്ടുന്നില്ല. വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇവർ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇവരെന്നെ ഇടയ്ക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ കണ്ണിങ്ങനെ മാളിപ്പോവും. ഇത്തരത്തിൽ കൂർക്കം വലി എന്നുള്ള രോഗം മനുഷ്യന് ഒരുപാട് കൂടെ ബാച്ചിലർ റൂമൊക്കെ ആണെങ്കിൽ കൂടെ ഉറങ്ങുന്നവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരുപാട് ഹൃദ്രോഗം പോലെയുള്ള ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അപകടങ്ങളിലേക്ക്, ഫാറ്റി ലിവർ പോലെയുള്ള രോഗങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് എങ്ങനെ മാറ്റാമെന്നും ഇത് വീട്ടിലിരുന്ന് മാറാനുള്ള 5 ടിപ്സും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. നമ്മുടെ ശരീരത്തിൽ ശ്വാസം ഉള്ളിലേക്ക് പോകുന്ന ഒരു ട്രാക്ക് ഉണ്ട്. ഭക്ഷണം കഴിച്ച് വായിലൂടെ പോയിട്ട് മലദ്വാരത്തിലൂടെ പുറത്തു പോകുന്ന പോലെ ശ്വാസം ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ദൈവം തന്നിട്ടുള്ള വഴിയാണ് നമ്മളുടെ മൂക്ക്. അതിലൂടെ തൊണ്ടയിലെത്തി അങ്ങനെ ശ്വാസനാളത്തിൽ കൂടെ ശ്വാസകോശത്തിലെത്തും. സെല്ലുകൾക്ക് ഓക്സിജൻ കിട്ടും. ഇതാണ് ശ്വസനം എന്നുള്ള പരിപാടി. തിരിച്ച് അതിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാക്കി വന്നിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളും. എന്നാൽ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഒരു ഒച്ച ഉണ്ടാകും. കിറുന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് ഉണ്ടാകും. ഇതാണ് കൂർക്കം വലി. ഇത് സാധാരണ രാത്രിയിലാണ് വരുന്നത്. ഇത് കണ്ടുവരുന്നത് അമിത ഭാരം ഉള്ള ആളുകളിൽ, അതുപോലെ തന്നെ ഫാറ്റി ലിവറൊക്കെ തൈറോയിഡൊക്കെ പോലുള്ള രോഗങ്ങളുള്ള ആളുകളിൽ, കുട്ടികളിലാണെങ്കിൽ അലർജി അല്ലെങ്കിൽ ടോൺസിലൈറ്റിസ് അല്ലെങ്കിൽ അഡിനോയിഡിൻ്റെ രോഗമുള്ള ആളുകളിൽ, മദ്യപാനികളിൽ, രാത്രി ഉറക്ക ഗുളിക പോലെ സ്റ്റീറോയിഡ് പോലെയുള്ള സംഗതികൾ കഴിക്കുന്നവരിൽ, അമിതമായിട്ട് മദ്യപിച്ച് രാത്രി കിടക്കുന്ന ആളുകളിൽ, മൂക്കിന് വളവുള്ളവർ, പാലം വളവുള്ളവർ, ദശ വളവുള്ളവരിലൊക്കെ, പിന്നെ ഉറക്കത്തിൻ്റെ പൊസിഷൻ ശരിയാവാത്തവർ, അപൂർവം ചില ആളുകളിൽ മുഖത്തിൻ്റെ ഷേപ്പിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ വരാറുണ്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാനിത് കണ്ടിട്ടുള്ള 95% ആളുകൾ
അമിതവണ്ണം കൊണ്ടാണ്. ചെറിയ കുട്ടികളുടെ അഡിനോയിഡൊക്കെ ഉണ്ട് എന്നുള്ളത് ഒഴിവാക്കിയാലും ജീവിതശൈലി കൊണ്ടാണ് ഇത് വരുന്നത്. ഇതിങ്ങനെ വന്ന് രാത്രി ശ്വാസം കിട്ടാതെ ആകുമ്പോൾ ഇടയിലൊരു മിസ്സിങ് വരും. കുറച്ച് നേരം ആ ഓക്സിജൻ കിട്ടാതെയാകും. അങ്ങനെ ആവുന്ന സമയത്ത് ശ്വാസം കിട്ടാതെ കൂർക്കം വലി ഒന്ന് നിൽക്കും. അയാൾ പെട്ടെന്ന് ഞെട്ടി നിൽക്കും. ചിലപ്പോൾ അയാളത് അറിയ പോലും ഉണ്ടാവില്ല, കൂടെ ഉള്ളവരായിരിക്കും പറയുന്നത്. അത് ഈ പറഞ്ഞിട്ടുള്ള എൻ്റെ കസിന് പറയും ചെയ്തു കേട്ടോ, എടാ ഇയാളിത് അറിയുന്നില്ല, ഞങ്ങൾ എന്നിട്ട് വീഡിയോ എടുത്തിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ ഇയാൾക്കൊരു തരം ഇൻസൾട്ട്, ഞങ്ങൾ അയാളെ പരിഹസിക്കുകയാണ്, ഞങ്ങൾ ഇയാളുടെ ജീവിത പ്രാരാബ്ധത്തെ കളിയാക്കുകയാണ് എന്ന് തോന്നിയ തരത്തിലുള്ളൊരു ഫീലിംഗ്. ഇയാളെ സംബന്ധിച്ച് ഇയാളിത് അറിയുന്നേ ഇല്ല എന്നുള്ളത് ശരിയാണ്. അയാൾ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതും അറിയുന്നില്ല, അയാൾ രോഗത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതും അയാൾ അറിയുന്നില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇത് ഇത്തരത്തിൽ ഓക്സിജൻ കിട്ടാതെ ആയാൽ കൃത്യമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളൊരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാണ്, ഇടയ്ക്ക് കറണ്ട് അങ്ങ് പോയരുത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, അതിൽ കുറേ ഡാറ്റ സേവ് ചെയ്തത് പോവും, സേവ് ചെയ്യാത്തത് മിസ്സാവും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ മൊത്തം പ്രോസസ്സറും സാധനങ്ങളൊക്കെ അടിച്ചു പോകും അല്ലേ? ഇതേപോലെ തന്നെ നിങ്ങൾ നിലനിൽക്കുന്ന ജനനം മുതൽ മരണം വരെ നിലനിൽക്കേണ്ട ഒരു സാധനമാണ് ശ്വസനം എന്നുള്ളത്. ഇത് ബ്ലോക്ക് ആകുമ്പോൾ തലച്ചോറിനും ഹാർട്ടിനും പ്രശ്നങ്ങളുണ്ടാവും, ഫാറ്റി ലിവർ അടക്കമുള്ള രോഗങ്ങളുണ്ടാവും, ഇൻസുലിനെ ബാധിച്ചുകൊണ്ട് അത് ഷുഗർ അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ഉണ്ടാവും. സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഡെയിലി നമ്മൾ കാണുന്ന ഉറക്കക്കുറവും ഉന്മേഷക്കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് പറഞ്ഞ് പേടിപ്പിക്കല്ല ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രവാസികളിൽ ഏറ്റവും കൂടുതൽ കുഴഞ്ഞു വീണ് മരിക്കാനുള്ള കാരണം എന്നുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ഹാർട്ട് അറ്റാക്കാണ്. അതിന് ഇതൊക്കെ വലിയ ഘടകമാണ്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞുതരാം. അമിതവണ്ണം ഇതിൻ്റെ ഒരു വലിയ ഘടകമാണ്. രാത്രി മദ്യപിച്ച് കിടക്കൽ ഇതിൻ്റെ ഘടകമാണ്. രാത്രി സ്റ്റീറോയിഡ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഘടകമാണ്. തൈറോയിഡ് പോലെയുള്ള രോഗങ്ങൾ, ടോൺസിലൈറ്റിസ്, അഡിനോയിഡ് പോലെയുള്ള രോഗങ്ങൾ, മൂക്കിലെ ദശ, മൂക്കിലെ പാലം വളവ്, അലർജി പോലെയുള്ള രോഗങ്ങൾ, കിടക്കത്തിൻ്റെ പൊസിഷൻ ശരിയാവാത്തത് അല്ലെങ്കിൽ തലേണ വെക്കുന്ന പൊസിഷൻ ശരിയാവാത്തത്, ഇത്തരം സംഗതികളൊക്കെ ഈ രോഗത്തിലേക്ക് നയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തൈറോയിഡ് എങ്ങനെയാണ് ഇത് മാറ്റിയെടുക്കുക എന്നുള്ളത്, ഇത് മാറ്റിയെടുക്കാൻ വീട്ടിലിരുന്ന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് മാറ്റാനുള്ള 5 ടിപ്സാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ ടിപ്പ് എന്നുള്ളത് അമിതവണ്ണം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ 95% അമിതവണ്ണം കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അമിതവണ്ണം നിയന്ത്രിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ശതമാനം ഇത് നിയന്ത്രിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമയത്ത് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, അരിഭക്ഷണം ഒരു നേരാക്കുക, രാത്രി 7 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക, രാത്രി ഹെവി ഭക്ഷണം പരമാവധി ഒഴിവാക്കുക, രാത്രി നേരത്തെ കിടന്നുറങ്ങുക, അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക. ഒരു 45 മിനിറ്റെങ്കിലും ദിവസവും വ്യായാമം ചെയ്യുക. ഇങ്ങനെ ആഴ്ചയിൽ 5, 6, 7 ദിവസമെങ്കിലും വ്യായാമം ചെയ്താൽ ഏറ്റവും നല്ലത് എന്നുള്ള രൂപത്തിൽ പോവുക. നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, സൂര്യപ്രകാശം കൊള്ളുക. ഇത്തരം സംഗതികൾ ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഭാരം നിയന്ത്രിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂർക്കം വലി ഒഴിവാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ PCOD ആണെങ്കിൽ അങ്ങനെ, ഫാറ്റി ലിവർ ആണെങ്കിൽ അങ്ങനെ, മുട്ടുവേദനയാണെങ്കിൽ അങ്ങനെ, കിതപ്പാണെങ്കിൽ അങ്ങനെ, ശ്വാസം മുട്ട് പോലുള്ള രോഗങ്ങളാണെങ്കിൽ അങ്ങനെ, അതൊക്കെ നമുക്ക് ഇതോടൊപ്പം ഒഴിവാക്കാം. ടിപ്പ് നമ്പർ 1, ഭാരം കുറയ്ക്കുക. രണ്ടാമത്തെ ടിപ്പായിട്ട് നിങ്ങൾക്കൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. 2 ഗ്ലാസ് വെള്ളം എടുക്കുക, അതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഒഴിക്കുക. അതുപോലെ തന്നെ 1 സ്പൂണിൽ ഒരു തുളസിയുടെ നീര്, നമ്മളുടെ വീട്ടിലൊക്കെ ഉള്ള തുളസി ഇല്ലേ, അതിൻ്റെ നീരും 1 സ്പൂൺ ഒഴിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാക്കിയിട്ട് ആവി പിടിപ്പിക്കുക. ആ ആവി രാത്രി കിടക്കുന്ന സമയം പിടിക്കുകയാണെങ്കിൽ അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ആയിട്ടാണ് നിങ്ങൾക്കിത് വരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മാറ്റിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു 15 ദിവസം നിങ്ങൾ കിടക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ചെയ്യൂ. മാറിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. അലർജി സംബന്ധമായ രോഗങ്ങളും രാത്രി ഉറക്കം കിട്ടാത്ത പ്രശ്നവും രാത്രി തൊണ്ട വറ്റി വെള്ളത്തിന് വേണ്ടിയിട്ട് എഴുന്നേൽക്കുന്ന അവസ്ഥയൊക്കെ ഇതിലൂടെ മാറിക്കിട്ടും. ഇനി മൂന്നാമത് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് വീട്ടിൽ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും നേരെ നീണ്ടു നിവർന്ന് കിടക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കിടത്തത്തിലും കിടത്തവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുന്നതാണ് നല്ലത്. അത് തന്നെ തലയുടെ ആ ഭാഗം ഒരല്പം ഉയർത്താൻ വേണ്ടിയിട്ട് വലിയ കട്ടിയില്ലാത്ത പില്ലോ, കട്ടി കുറഞ്ഞ പില്ലോ ആണ് നല്ലത്, അത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റൂം മുഴുവൻ പൊടി തട്ടി അലർജിക്ക് കാരണമാകുന്ന സാധനങ്ങളില്ലാന്ന് ഉറപ്പ് വരുത്തുക. നമ്മളുടെയൊക്കെ ബെഡ്റൂമിൻ്റെ സ്ഥിതി എന്താ അറിയോ? എല്ലാ പഴയ സാധനങ്ങളും കട്ടിലിൻ്റെ അടിയിൽ കൊടുന്ന് ഡംപ് ചെയ്യും. പഴയ പുസ്തകങ്ങൾ ബെഡ്റൂമിലുള്ള അലമാരൻ്റെ മേലെ ഡംപ് ചെയ്യും. ഈ ഫാനിട്ട് ഇങ്ങനെ തിരിയുന്ന സമയത്ത് ഇതൊക്കെ മൂക്കിലേക്കാവുകയാണ്. ഈ പൊടിയൊക്കെ വന്നിട്ട് അവിടെ ഒബ്സ്ട്രക്ഷൻ വരികയാണ്, കൂർക്കം വലിക്ക് കാരണമാവുകയാണ്. ബാച്ചിലർ റൂമിലൊക്കെ പ്രത്യേകിച്ചുള്ളതാണ് എല്ലാ
ലഗേജും പഴയ സാധനങ്ങളും ചവിട്ടി അതിലുള്ള പൊടിയൊക്കെ നമ്മളുടെ മൂക്കിലേക്കാവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജനൽ തുറന്നിടുക. അതുപോലെ തന്നെ കർട്ടനുകളും ബെഡ്ഷീറ്റുകളും നന്നായിട്ട് പൊടിയില്ല എന്ന് ഉറപ്പ് വരുത്തുക, വൃത്തിയായി സൂക്ഷിക്കുക, നന്നായിട്ട് വെൻറ്റിലേഷൻ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക, ഫാനിൻ്റെ ലീഫുകളും എ സിയുടെ ഫിൽറ്ററുകൾ ഇൻഡോറിൻ്റെയും ഔട്ട്ഡോറിൻ്റെയും വൃത്തിയായിട്ട് കൊണ്ട് നടക്കുക. അങ്ങനെയാണെങ്കിൽ ആ തരത്തിൽ റൂം വൃത്തിയാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞിട്ടുള്ള അലർജി സംബന്ധമായ പ്രശ്നങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് നമുക്ക് കൂർക്കം വലിയിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും. മൂന്നാമത്തെ ടിപ്പ് എൻ്റെ മാസ്റ്റർ പീസാണ്. ഞാൻ എല്ലാത്തിലും പറയൽ ഭക്ഷണ നിയന്ത്രണത്തെ പോലെ പ്രധാനമുള്ള ഒന്നാണ് വ്യായാമം എന്നുള്ളത്. സിമ്പിൾ വ്യായാമം പറഞ്ഞു തരട്ടെ. മറ്റൊന്നുമല്ല, നമ്മുടെ നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളാണ്. നമ്മളുടെ ശ്വാസം പോകുന്ന ഈ ഭാഗത്ത് ഇവിടെയൊക്കെയുള്ള മസിലുകൾ ടൈറ്റ് ആകുമ്പോഴാണ് ശ്വാസം ശരിക്കും പോവാത്തത്. അതിൽ കൊഴുപ്പടിയാണ്. അതിനാണ് വെയിറ്റ് കുറയാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ വന്ന കൊഴുപ്പിനെ പോവാനും ഇവർക്ക് ശ്വാസത്തിന് ആയാസം കിട്ടാനും ആയിട്ടുള്ള കുറച്ച് എക്സസൈസ് പറഞ്ഞുതരാം. അത് ഒന്നാമത് ചെയ്യേണ്ടത് നാവ് കൊണ്ടാണ്. നാവിന് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിലേക്ക് മുട്ടിക്കുക. നാവിനെ മുന്നിലേക്കും ബാക്കിലേക്കും നടുവിലേക്കും അടിയിലേക്കും ബാക്കിലേക്കും ഇളക്കുക എന്നുള്ളതാണ്. പറയുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നും. സിമ്പിളായിട്ട് ചെയ്തുതരാം. നാവിനെ വെറുതെ പിടിച്ചിട്ട് പല്ലുമൊക്കെ മുട്ടിക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെയുള്ള മസിൽ ഭയങ്കരമായിട്ട് എക്സസൈസ് അതിന് കിട്ടും. അങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നാവ് ഈ സൈഡിലേക്ക് മുട്ടിക്കുക. അത് നമ്മൾ കൈ ഇവിടെ വെച്ചെടുക്കുക. അതുപോലെ ഇങ്ങോട്ട് മുട്ടിക്കുക 5 പ്രാവശ്യം. വെറുതെ ചെയ്ത് നോക്കൂ. ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നാവ് ഇങ്ങനെ പുറത്തേക്കിടുക. ഇതിവിടെ അമർത്തി കൊടുക്കുക. ഇതിമ ബലം പിടിക്കൊന്നും വേണ്ട. ഇതിമക്ക് നാവിനെ കൊണ്ട് ബലം പിടിപ്പിക്കുക. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം കാണും. ഇനി അതേപോലെ തന്നെ നാവ് നമ്മുടെ മേൽഭാഗത്തേക്ക്, ഇതിൻ്റെ മേലെ വായ്പ ഈ മേൽഭാഗത്തെ പല്ല് നിൽക്കുന്ന അണ്ണി എന്ന് പറയില്ലേ, ആ ഭാഗത്തേക്ക് ഹാർട്ട് പാലറ്റ് എന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയും. അതിമക്ക് നാവ് മേലേക്ക് അമർത്തുക. അപ്പോൾ നാവ് മേലക്കും അതുപോലെ താഴേക്കും. അപ്പോൾ നാവ് മേലക്കും താഴേക്കും സൈഡുക്കും മുന്നുക്കും അമർത്തുന്ന സമയത്ത് നന്നായിട്ട് ഇവിടെയുള്ള മസിലുകൾക്ക് എക്സസൈസ് കിട്ടും. ഇങ്ങനെ ആദ്യം മുന്നുക്ക് 5 പ്രാവശ്യം, പിന്നെ സൈഡുക്ക് 5 പ്രാവശ്യം. ഇങ്ങനെ. ഇനി ഈ സൈഡുക്ക് 5 പ്രാവശ്യം. ഇനി മേലേക്ക് 5 പ്രാവശ്യം, താഴേക്ക് 5 പ്രാവശ്യം. ഇങ്ങനെയൊക്കെ ചെയ്യൂ. ബാച്ചിലർ റൂമിൽ എല്ലാവരും ഇരുന്നിട്ട് ഫോൺ കാണുന്ന നേരം, ഫോണിൽ വാട്സപ്പ് കാണുന്ന നേരം ഇതൊന്ന് ചെയ്ത് നോക്കൂ. മാറ്റങ്ങൾ ശരിക്കും കാണാം. ഒരു ദിവസം കൊണ്ട് കാണുന്നല്ല. ഇങ്ങനെ നിങ്ങൾ ബാച്ചിലർ റൂമിൽ ഇരുന്നിട്ട് എല്ലാവരും രാവിലെയും വൈകുന്നേരവും ഫ്രീ ആവുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ഇതിന് മാറ്റി വെക്കുക. എല്ലാവരും ഇരുന്ന് ചെയ്യൂ. 1 മാസം കൊണ്ട് ഇത് മാറ്റം കിട്ടും. രണ്ടാമത് കഴുത്തുകൊണ്ടുള്ള എക്സർസൈസ്. അത് സിമ്പിളാണ്. നമ്മൾ കഴുത്ത് എന്ത് ചെയ്യുക, പറ്റുന്നത്ര പൊന്തിക്കുക. കാരണം നമ്മളെ കഴുത്തിന് ചുറ്റുമുള്ള മസിലുകൾ കൂടെ ഇളകണം. അപ്പോൾ ആ ഇതിന് വേണ്ടിയിട്ട് മെല്ലെ ശ്വാസം പിടിച്ചിട്ടൊന്നിങ്ങനെ നിന്ന് നോക്കൂ. എന്നിട്ട് മെല്ലെ വിടുക. ഇവിടുത്തെ മസിലുകൾക്കൊക്കെ ഇങ്ങനെ ഒരു അയവ് വരുത്തുന്ന രൂപത്തിൽ ശ്വാസം വിടുക. മെല്ലെ ഇവിടെ കൊടുന്ന് നിർത്തുക. വീണ്ടും ശ്വാസം മെല്ലെ വലിക്കുക. ഇവിടെ എത്തുമ്പോൾ ശ്വാസം പൂർണ്ണമായിട്ട് വലിച്ചൊന്ന് നിർത്തുക. താഴ്ത്തുക. ഇതേപോലെ ഈ സൈഡുക്കും ഈ സൈഡുക്കും ഈ സൈഡുക്കും ഈ സൈഡുക്കും ഇങ്ങനെ രാവിലെ 10 പ്രാവശ്യവും വൈകുന്നേരം 10 പ്രാവശ്യം ചെയ്തിട്ട് 1 മാസം ചെയ്യൂ. ഇതൊക്കെ തന്നെയാണ് രോഗം മാറാനുള്ള ടിപ്പ്. ഇതിനൊക്കെ പാടെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, മരുന്ന് കുടിക്കണ്ട. ഈ മൂന്നാമത്തെ ടിപ്പ് നിങ്ങൾ നന്നായിട്ട് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ടിപ്പ് നമ്പർ 4, നിങ്ങൾ ഉറക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തത്, ഉറങ്ങുന്നത് നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. രണ്ടാമത്, നിങ്ങൾ ഒരു 7 മണിക്ക് ശേഷം സന്ധ്യയായി 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഭക്ഷണം മുഴുവൻ കഴിച്ചു തീർക്കുക. മൂന്നാമത്തത്, രാത്രി ഹെവി ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. ഇത് ഇത്തരത്തിൽ ഉറക്കത്തിനെ ഒന്ന് അറേഞ്ച് ചെയ്യുക. ഒപ്പം ഫോണ് ഒഴിവാക്കുക. മറ്റേത് നമ്മൾ ഈ ബ്ലൂ റൈസ് കണ്ടിട്ട് കിടക്കുന്ന കഴിഞ്ഞാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ചില സമയങ്ങളിൽ ഇത് വരലുണ്ട്. ഇതെപ്പോഴാണ് വരിക അറിയോ? വർക്ക് ലോഡ് കൂടി നേരം വൈകി വന്ന് ഭക്ഷണം വീട്ടിലില്ലാതെ ആകുമ്പോൾ പുറത്തുനിന്ന് ഷവായും ബ്രോസ്റ്റും കഴിച്ച് അത് വന്ന് നേരത്തെ എണീക്കണമല്ലോ എന്ന് കരുതിയിട്ട് 1 മണി 1:30 ആകുമ്പോൾ ഒറ്റടിക്ക് കിടക്കും. ഉറക്കം വരില്ല. ഫോണ് നോക്കും, കിടക്കും.
ഉണ്ടാവും. ഈ പറഞ്ഞ കള്ളുകൂടി അല്ലാത്ത എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അപ്പോൾ നമുക്ക് വന്ന് പിറ്റേന്ന് രാവിലെ ക്ഷീണം ഉണ്ടാവും, ഉറക്കം മതിയായും തോന്നൂല, ചിലപ്പോൾ രാവിലെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഉറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ എന്താണ്, ആ ഒരു ഫീല് കിട്ടൂല. എന്താ കാരണം, ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. പിറ്റേന്ന് വൈഫ് പറയും ചെയ്യും, ഇന്നലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഞങ്ങളൊന്നും ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല, 1 മണി വരെ നിങ്ങൾ വരാൻ വൈകിട്ട് ഉറങ്ങാൻ സമ്മതിച്ചില്ല, 1 മണിക്ക് വന്നിട്ട് കൂർക്കം വലിച്ചിട്ടും ഉറങ്ങാൻ സമ്മതിച്ചില്ല എന്നുള്ളത്. അപ്പോൾ ഇതേ സംഗതി എല്ലാവർക്കും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഈ വ്യായാമം ചെയ്യുക. 4ാമത്തെ ടിപ്പായിട്ട് പറഞ്ഞിട്ടുള്ളത്, നന്നായിട്ട് കിടന്നുറങ്ങുക, നേരത്തെ കിടന്നുറങ്ങുക, 7 മണിക്ക് മുമ്പായിട്ട് ഭക്ഷണം കഴിക്കുക, രാത്രി ഹെവി ഭക്ഷണം വേണ്ട. ടിപ്പ് നമ്പർ 5, ചില സംഗതികൾ ഒഴിവാക്കുക. മറ്റൊന്നുമല്ല, മദ്യം ഒഴിവാക്കുക, ഉറക്ക ഗുളികകൾ ഒഴിവാക്കുക, ലഹരികൾ ഒഴിവാക്കുക. ലൈഫിനെ ഹാപ്പി ആയിട്ട് കൊണ്ട് നടക്കുക. ഉറക്കം നാളെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള നല്ലൊരു ശുഭപ്രതീക്ഷ മനസ്സിൽ കണ്ടുകൊണ്ട് ഉറങ്ങുക. അതല്ലാതെ പേടിച്ച് ബേജാറായി ഇന്നുണ്ടായ സംഭവിച്ച ചീത്ത കാര്യങ്ങൾ ഓർത്തിട്ടല്ല, നാളെ സംഭവിക്കാനുള്ള നല്ല കാര്യങ്ങളെയും ഇന്ന് അതിന് പ്രചോദനമായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങളെയും ഓർത്തുകൊണ്ട് നല്ല സുഖനിദ്രയിലേക്ക് പോവാം. ഇത്രയൊക്കെ ആയാൽ തന്നെ പോകും, പ്രശ്നങ്ങൾ തീരും. ഇങ്ങനെ ആവുമ്പോഴാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നല്ല ഡോക്ടർ ആവുന്നത് എന്നുള്ളത്. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുതരാം. ഇത്രയൊക്കെ ചെയ്തിട്ടും പ്രയാസം അനുഭവിക്കുന്നവർ വല്ലാതെ സർജറി ഒന്നും ചെയ്യണ്ട. എടുത്തു കളയലും കട്ട് ചെയ്യലും ലേസറും അങ്ങനത്തെയൊക്കെ അവസാനം ചിന്തിച്ചാൽ മതി. അതൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് മരുന്നുകൾ കൊണ്ട് തന്നെ മാറും. ഇത്രയൊക്കെ ചെയ്തിട്ടും പ്രയാസമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അവർ മരുന്നിനെ ചിന്തിക്കുക. ഒരിക്കൽ കൂടി പറയാണ്, ഇത് നിങ്ങളെ മരുന്നിലേക്ക് വരുത്താനല്ല, മരുന്നിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത്രയൊക്കെ കാട്ടിയിട്ട് പലരും ഇതിൻ്റെ താഴെ കമൻ്റ് ഇടും, ഇതൊക്കെ അങ്ങക്ക് അറിയണമല്ലേ, നിങ്ങൾ ചികിത്സിച്ച് മാറ്റാൻ വയ്ക്കൂലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ എന്നുള്ള കമൻറ്റുകളൊക്കെ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് തന്നെ കാണിച്ചു തരാം. അങ്ങനെ കുറേ പേര് പറയും. അപ്പോൾ പറയുന്നത്, ഞാനിതിന് സാധാരണ ചെയ്യുന്നത് രോഗിനെ കൃത്യമായിട്ട് പഠിക്കും, എന്താണ് അവരുടെ രോഗം എന്ന് കൃത്യമായിട്ട് രോഗനിർണയം നടത്തും. അതിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി പോലെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യൻ്റെ സഹായം തേടും. എന്നിട്ട് എന്താണ് ഇവരുടെ പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. തടി കൂടിയതാണോ, മൂക്കിൽ ദശയുള്ളതാണോ, പാലം വളഞ്ഞതാണോ, അലർജിക് ടെസ്റ്റുകൾ എന്തെങ്കിലും ചെയ്യണോ എന്നുള്ളത്. ഇതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും എന്താണെന്ന് കണ്ടെത്താൻ കഴിയും. മിക്കവാറും അവർക്കൊരു ദശ ഉണ്ടാവും, ചിലപ്പോൾ അത് അറിയണ്ടാവില്ല, അഡിനോയിഡ് ഉണ്ടാവും, അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അത് ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ പിന്നീട് പല്ലുന്താനും ചെവിൻ്റെ കേൾവിനെ ബാധിക്കാനൊക്കെ കാരണമാവും. ഉന്തി കഴിഞ്ഞാൽ പിന്നോട്ട് ശരിയാവില്ല. അപ്പോൾ അങ്ങനെ രോഗനിർണയം നടത്തിയിട്ട് കൃത്യമായിട്ട് രോഗം മനസ്സിലാക്കിയാൽ ഇത് മാത്രമല്ല, ആ കാരണം കൊണ്ടുണ്ടാക്കുന്ന മറ്റ് പ്രശ്നങ്ങളെയും അത് വലുതാവുന്നതിൻ്റെ മുമ്പ് തന്നെ നിയന്ത്രിക്കാൻ പറ്റും. രണ്ടാമത്, ഇതിൽ ചെയ്യുന്ന ഒരു സംഗതി എന്താണ് പറഞ്ഞാൽ, ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്ന് ഉപയോഗിച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ കുറഞ്ഞ കാലം കൊണ്ട് നിങ്ങൾക്ക് അലർജി ആണെങ്കിൽ അത്, തൈറോയിഡ് ആണെങ്കിൽ അത്, ദശയാണെങ്കിൽ അത് മാറ്റിയെടുത്ത് ആ പ്രശ്നം തീർത്ത് ഇതും മാറ്റിയെടുക്കാനുള്ള ഒരു സംഗതി ചെയ്യാനാവും. അതിന് പാർശ്വഫലങ്ങളോ മറ്റോ ഒന്നുമില്ല. ഇതുള്ള രോഗികൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഞാൻ ഈ പറഞ്ഞ 5 ടിപ്സ് നിങ്ങൾ നോക്കുക. ഇല്ലെങ്കിൽ മാത്രം ചികിത്സയെ പറ്റിയിട്ട് ചിന്തിക്കാം. ചികിത്സ ഇല്ലാതിരിക്കുക. ചികിത്സ എന്നുള്ളത് മരുന്നുകൂടി മാത്രമല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.